Hey guys, എല്ലാം ഹേ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് ആണ് എടുക്കാന്ന് വിചാരിച്ചേക്കുന്നത്. പറ എന്നെ പറയാനുള്ള ഫോട്ടോ അല്ല, വീഡിയോ. അടുത്തത് നമ്മളപ്പം ഇന്നൊരു കുഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ എടുക്കുന്നത്. അതെ, വേറൊരാളും കൂടി ഇവിടെ ഉണ്ട്. ഗൈസ്, നമുക്ക് രാവിലെ തന്നെ കാർട്ടൂന്റെ ഒരു കഥയോടുകൂടി നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങാം. പറ. അപ്പൊ റൂബി ടോളി പോയിക്കൊണ്ടിരുന്നപ്പോ മതിട്ടു. ഒരു രാജാവല്ലേ, അപ്പൊ മുടിയിലൊരു മരത്തിന്റെ അടിക്കണ ഉടങ്ങി മുയല്. അപ്പൊ ജയിച്ചു. അപ്പൊ മുടി പൊട്ടനായി. അയ്യോ, സൂപ്പറാണ്. മുയല് പൊട്ടനായി. കേട്ടോ കുഞ്ഞാ? മുയൽ ആരായി? അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഗാത്തുവിന്റെ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. കമന്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത്. വേറെയും കഥയും ഒക്കെ ആയിട്ട് ഞങ്ങൾ പുറകെ വരാം അല്ലേ? അപ്പൊ രാവിലെ ഇവിടെ നല്ല മഞ്ഞുണ്ട് കേട്ടോ. ഇത് വണ്ടിപ്പെരിയാറ് വള്ളക്കടവ് എന്ന് പറയുന്ന സ്ഥലമാണ്, കറുപ്പുപാലം. ചേച്ചിയൊക്കെ അവിടെയാണ് കേട്ടോ താമസിക്കുന്നത്. അപ്പൊ ഞാൻ ചേച്ചിയുടെ വീട്ടിലോട്ട് ഇന്നലെ വന്നതാണ്. ഇന്ന് എൻ്റെ വീട്ടിലോട്ട് പോകുവേ, വണ്ടിപ്പെരിയാറ് തന്നെ നമ്മുടെ വീട്ടിലോട്ട് പോകും. എന്നിട്ട് അവിടെ അമ്പലത്തിലെ ഉത്സവമാണ് കേട്ടോ. പിന്നെ കുറേ ദിവസമായി വീട്ടിൽ വന്നിട്ട്. വിഷുവിനും വരാൻ പറ്റിയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇപ്പം വരാമെന്ന് വിചാരിച്ചു. നാളെ അങ്ങ് തിരിച്ചു പോവേ. ഇനി അടുത്ത കഥ വേറെ ഉണ്ടല്ലോ, ഒരു കഥ സവാളയുടെയും തക്കാളിയുടെയും. അത് നമുക്ക് പറയണേ. അപ്പം ഞാനും ചേച്ചിയും കൂടി കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കറി ഉണ്ട്. അപ്പോൾ രാവിലെ കാപ്പി മാത്രം ഉണ്ടാക്കിയാൽ മതി, ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അമ്മ ചോറും കറിയും എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞങ്ങളെ നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി രണ്ടുപേരും. അപ്പോഴാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ പുറത്ത് ഒരാൾ വന്നത്. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ കുഞ്ഞുങ്ങൾ കളിക്കുമായിരുന്നു. ഒരുപാട് അങ്ങനെ വീഡിയോസ് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം അതായത് ഞാൻ പരത്തി കൊടുത്തപ്പോൾ അവളാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഓടിപ്പോയെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നു പുറത്തൊരാൾ വന്നിട്ടുണ്ടെന്ന്. അതാരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൈ നോക്കാനൊക്കെ ആയിട്ട് വന്ന ഒരാളാണ് കേട്ടോ. നല്ലതേ പറഞ്ഞു തായിക്ക് ഭഗവാനെ പിള്ളികൾ റാശി തമ്പികൾ കൊണ്ട് സാറത് ഉടുപ്പ് കിടപ്പില്ല. ഉണ്ടോടി, സാരിയൊക്കെ ഉണ്ടോടി? പേത്തിക്ക് വന്നിരിക്കാങ്ക തൊട്ടി കിട്ടി കെട്ടി പോകാം. പഴയത് വല്ലതും ഉണ്ടോ പിള്ളേരുടെ? പിള്ളേരുടെ തുണി വല്ലതും ഉണ്ടോ? പിള്ളേരുടെ മേടിക്കുവോ? മേടിക്കുവോന്ന് കുഞ്ഞിന്റെ ലീവൊക്കെ വന്നിരിക്കാങ്ക கடவுள் நல்லா இருக்கணும், தெய்வம் பணி ஆகணும். അവര് ഡ്രസ്സ് ചോദിച്ചിട്ടുണ്ട്. വേണ്ട കുറേ ഡ്രസ്സ് നമ്മൾ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. കാത്തൂൻ്റെ അമ്പാടിയുടെയും പഴയ ഡ്രസ്സ് നമുക്ക് അവർക്ക് കൊടുക്കാവേ. ഒരുപാട് മുഷിഞ്ഞതൊന്നുമല്ല, നമ്മൾ ഇടാൻ പറ്റാതെ ചെറുതായി പോകുന്നതില്ലേ, അതുപോലത്തെ ഡ്രസ്സാണ് കേട്ടോ നമ്മൾ കൊടുത്തത്. കുഞ്ഞുങ്ങൾ ഡ്രസ്സൊന്നും ഇല്ലാത്തവർ ഇടട്ടെ എന്ന് വിചാരിച്ചു. ഈ അമ്മയുടെ മകൻ്റെ കൊച്ചിനാണെന്നാണ് നമ്മളോട് പറഞ്ഞത്. നമുക്ക് കറക്റ്റായിട്ടൊന്നും അറിയത്തില്ല കേട്ടോ. പുള്ളിക്കാരി പോയി എന്നിട്ട് മേടിച്ചോണ്ട് ഒരുപാട് നേരം ഒന്നും നിർത്തിയില്ല. പെട്ടെന്ന് തന്നെ ഞങ്ങൾ കൈ കെട്ടിയ ഡ്രസ്സൊക്കെ എടുത്ത് കൊടുത്ത് പറഞ്ഞു വിട്ടു. ആരാ കാത്തുവത്? ഒരമ്മച്ചിയാണോ? കുഞ്ഞാത് ആരാടി? എന്തിനു വന്നതാ?
അയ്യോ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിന്റെ ഫ്രണ്ട് വശത്ത് തന്നെയായിട്ട് ആറുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം, നല്ല രസമാണ്. കാണിച്ചു തരാവേ. അടിപൊളിയാണ്. ഏലമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. വീഴരുത്. അയ്യേ, വെറുതെ എന്തിനാ മാങ്ങ പറിച്ചു കളയുന്നു? ഈ ആറ്റി കുളിക്കണ്ടേ? ദേ ഇവിടെ കുളിക്കണം നമുക്ക്. അങ്ങോട്ടുണ്ട് കണ്ടോ, കുളിക്കാവേ.